അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാ. അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിന്നോ? എവിടെന്ന്? ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ പോയ അച്ഛൻ കുറച്ചു മുമ്പ് അമ്മയെ ഫോണിൽ വിളിച്ചിരുന്നു. എന്നിട്ടെന്താ നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള വഴി ഏതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ. എന്റെ ഈശ്വരാ, ഈ അച്ഛന്റെ ഒരു മറവി. എന്നിട്ട് ഫോൺ ചെയ്ത സ്ഥലത്ത് തന്നെ നിക്കാൻ പറഞ്ഞു അമ്മ. ഏതോ ഒരു കുരിശുതൊട്ടിയുടെ മുന്നിലാന്നാ പറഞ്ഞത്. അല്ല ചേച്ചിത് എങ്ങോട്ടാ? ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞില്ലേ ആ സിനിമയുടെ ഓഡിഷന് ഫോട്ടോ അയക്കുന്ന കാര്യം? അതിനുവേണ്ടി നല്ല ഫോട്ടോസ് എടുക്കണം. പിന്നെ ആ ഹിറ്റ്ലറിന്റെ റെസ്റ്റോറന്റ് ഇല്ലേ, അവിടെ ഒന്ന് പോണം. ഹിറ്റ്ലറുടെ റെസ്റ്റോറന്റിലോ? പിന്നെ അല്ലാതെ. നമ്മുടെ കേക്കിന്റെ കാശ് വാങ്ങിക്കണ്ടേ? വേണ്ടേച്ചി, അത് കുഴപ്പോ, നമുക്കതങ്ങ് വിട്ടേക്കാം. അയ്യോ, 10,000 രൂപ വെറുതെ കളയാനോ? മോളെ, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കേക്കല്ലേ, ആ കാശ് നീ വെറുതെ കളയാനൊന്നും നോക്കണ്ട. അതല്ല ചേച്ചി, വെറുതെ എന്തിനാ നമ്മള്? ഒന്നും പറയണ്ട, എന്നെ കൊണ്ടത് സാധിക്കും. ഞാൻ പോയിട്ട് വേഗം വരാം. അപ്പോഴേക്കും മോള് കേക്ക് ഉണ്ടാക്കിക്കോ. ചേച്ചി അതല്ല. അയ്യോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ ചേച്ചി. നീ ഇപ്പൊ അവിടെ നിന്ന് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എന്താ നിന്റെ ഉദ്ദേശം? മമ്മി, അത് അയാളുടെ മുഖത്ത് തേച്ച് നശിപ്പിച്ച കേക്കിന്റെ കാശ് വാങ്ങാൻ പോവാൻ നിനക്ക് നാണമില്ലേടി? അയാളുടെ ബർത്ത്ഡേ നീ കലക്കി, അവരെ മുഴുവൻ അപമാനിച്ചു. അയാളുടെ മുഖത്ത് കേക്ക് തേച്ച് നാണം കെടുത്തി. എന്നിട്ടും അവരുടെ മുമ്പിൽ ചെല്ലാൻ നിനക്ക് ഇത്ര ധൈര്യോ? അച്ഛാ, കേക്കിന് ഓർഡർ തന്നത് അവരാ. അയാളുടെ വർത്താനം കാരണം അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിന് പ്രിയയുടെ കേക്കിന്റെ കാശ് നമ്മൾ എന്തിനു നഷ്ടപ്പെടുത്തണം? അടികൊള്ളാത്തന്റെ കേടാ നിനക്ക്. അതെങ്ങനെയാ? സ്വന്തം വീട്ടിലേക്കുള്ള വഴിമറക്കുന്ന അച്ഛനല്ലേ ഉള്ളത്, പിന്നെങ്ങനെ മകളെ നിലയ്ക്ക് നിർത്തും? എന്റെ മകളെ നീ കുറ്റം പറയണ്ട, അവൾ ആരോടും ഒരു തെറ്റും ചെയ്യില്ല. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിങ്ങള്? അന്നത്തെ പോലെ ഇവള് ഇന്നും അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയ ആര് സമാധാനം പറയും? ഇല്ല മമ്മി, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, എന്നെ വിശ്വസിക്ക. അത് നിന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. മമ്മി വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മാത്രം പറയരുത്. അമ്മ എന്തിനാ ചേച്ചി എപ്പോഴും ഇങ്ങനെ താഴ്ത്തിക്കിട്ട് സംസാരിക്കുന്നേ? എന്റെ ചേച്ചിയെ കൊണ്ട് കഴിയാത്തായിട്ട് ഒന്നുമില്ല, അല്ലേ ചേച്ചി? മമ്മി, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മമ്മി പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇന്ന് പോവും, ആ കാശ് വാങ്ങിക്കും. എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല. മോള് ധൈര്യമായിട്ട് പോയിട്ട്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ മനുഷ്യ പുന്നാര മോളോട് പോയിട്ട് വരാൻ പറയുന്നേ? മമ്മി പേടിക്കണ്ട, ഞാൻ എന്താ ഉറപ്പ് തരാം. എന്റെ പേരിൽ മമ്മി ആരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരില്ല. പോരെ? ഞാൻ പോയിട്ട് വരാം മമ്മി. ശരി മോളെ, അച്ഛനെ കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുക്കും. ഇല്ലടി, ഒരു തെറ്റും ചെയ്യാതെ തിരിച്ചു വരാൻ നിനക്ക് ഈ ജന്മത്ത് കഴിയില്ല. ഞാൻ പറഞ്ഞതിന് അമ്മ മറുപടിയൊന്നും പറഞ്ഞില്ല. അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? വാട്ട് ഐഡിയ മായ? DK കല്യാണം കഴിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. സുപ്രിയാന്റിയെ മറക്കാൻ DKക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാത്തിനും കാരണം ആ കത്താണ്. ഓരോ ബർത്ത്ഡേയുടെ പിറ്റേ ദിവസവും DK തേടി വരുന്ന സുപ്രിയാന്റിയുടെ കത്ത്. ആ കത്ത ഇപ്പൊ അവന്റെ ജീവൻ. കത്ത് കിട്ടുന്ന നിമിഷം മുതൽ അടുത്ത 1 വർഷം അവൻ എങ്ങനെ ജീവിക്കണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും വിശദമായിട്ട് ആ കത്തിലുണ്ടാവും. എല്ലാം നേരത്തെ എഴുതി വെച്ചിട്ട് അവളങ്ങ് പോയി. സത്യത്തിൽ സുപ്രിയാന്റി ഈ കത്തുകളൊക്കെ എഴുതി ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഓരോ വർഷവും ആരാ ഈ കത്തും കൊണ്ട് DK കാണാൻ വരുന്നേ? സ്വന്തം മരണം സുപ്രിയാന്റി മുൻകൂട്ടി അറിഞ്ഞിരുന്നോ?
അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഇത്രയും കത്തുകൾ എഴുതി വെച്ചിട്ട് മരിക്കൂ? എനിക്ക് വേറൊരു സംശയം കൂടിയുണ്ട്. എന്ത് സംശയം? സത്യത്തിൽ ഈ കത്തുകൾ എഴുതുന്നത് സുപ്രിയ ആന്റി തന്നെ ആയിരിക്കോ? അതൊന്നും ആർക്കും അറിയില്ല. പക്ഷെ ആ കത്തുകളാണ് ഇന്ന് അവന്റെ ജീവൻ. എന്തൊരു സ്നേഹമായിരുന്നു അവര് തമ്മില്. പക്ഷെ മരണം അവരെ പിരിച്ചു. അമ്മേ, അത് സത്യം തന്നെയാ. പക്ഷെ എന്ന് വെച്ച് ജീവിതാവസാനം വരെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതില് എന്താ അർത്ഥം? ഭാര്യ മരിച്ച എത്രയോ പുരുഷന്മാരുണ്ട് ഈ ലോകത്തിൽ. അവരൊക്കെ ഇങ്ങനെ ജീവിതം പാഴാക്കാണോ ചെയ്യുന്നത്? കുറച്ചു കാലം മരിച്ചവരോർത്ത് ജീവിക്കും. അത് കഴിയുമ്പോ മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. മാറ്റം പ്രകൃതി നിയമം. അത് മനസ്സിലാകാത്തത് DKക്ക് മാത്രമാണ്. എന്റെ മോന്റെ ജീവിതം എന്റെ കൺമുന്നിൽ തന്നെയാണ് കൃഷ്ണ നശിക്കുന്നത്. നിന്നോട് ഞാൻ എത്ര പ്രാർത്ഥിച്ചു, നീ എന്നെ ഉപേക്ഷിച്ചോ? ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഭാര്യയെ പോലെ തുണയാകാൻ മറ്റാർക്കും പറ്റില്ല. ഭർത്താവ് മരിച്ചാൽ ഒരു സ്ത്രീക്ക് ചിലപ്പോ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും. പക്ഷേ ഭാര്യ മരിച്ച പുരുഷന്റെ പിന്നീടുള്ള ജീവിതം ഒരു ദുരന്തമാ. അതിൽ നിന്ന് DKയെ രക്ഷിച്ചേ പറ്റൂ. ഞാനൊരു കാര്യം പറയാം, അത് സാധിച്ചു തരേണ്ടത് നിങ്ങളാ. ഈ കുടുംബത്തിന് ഒരു മരുമകൾ വേണം. ഈ വീടിനെ നിങ്ങളെ ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു മരുമകൾ. അതിന് നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കിയേ പറ്റൂ. ഒരു തവണ നിങ്ങൾ ശ്രമിച്ചു, പക്ഷെ തോറ്റു എന്ന് കരുതി അതിൽ നിന്ന് പിന്മാറരുത്. അമ്മ വിഷമിക്കണ്ട, ഞങ്ങൾ അങ്ങനെ പിന്മാറാനൊന്നും തീരുമാനിച്ചിട്ടില്ല. DKയുടെ ജീവിതത്തിലേക്ക് ഉറപ്പായും ഒരു പെണ്ണ് വരും. നമ്മൾ കൊണ്ടുവരും. എന്നാലും ആ കത്തിന് പിന്നിലെ രഹസ്യം എന്തായിരിക്കും? കണ്ടുപിടിക്കണം, ഉറപ്പായും കണ്ടുപിടിക്കണം. കത്ത് കൊടുത്തായിരുന്നോ? കൊടുത്തായിരുന്നു മാഡം. എന്നിട്ട് എന്താ പറഞ്ഞേ? സാർ മാഡത്തിനോട് മുകളിലേക്ക് കയറി ചെല്ലാൻ പറഞ്ഞു. ഇങ്ങനെയാണോ പെൺകുട്ടികളുടെ കൈ പിടിക്കുന്നത്? എന്റെ നാട് ഓടിഞ്ഞു. ഇങ്ങനെയാണോ കൈ വിടുന്നേ? നിങ്ങളൊരു മനുഷ്യനാണോ? ഇതെന്താ ഇത്? എന്തുദ്ദേശത്തിലാ നീ ഇതും കൊണ്ട് ഇതിനകത്ത് കയറി വന്നത്? പറയണേ. എടീന്നോ? അതെ, ഇങ്ങനെ എടി പൊടിന്നൊക്കെ എന്നെ വിളിച്ചാണ്ടല്ലോ. അല്ല പിന്നെ എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിനകത്ത് നല്ല വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അഡ്വാൻസിന്റെ ബാക്കി 10,000 രൂപ നിങ്ങൾ എനിക്ക് തരാനുണ്ട്. നോക്ക്. സ്റ്റോപ്പ് ഇറ്റ്. സോറി, ക്യാരി ഓൺ പ്ലീസ്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നുണ്ടോ? പോകാനോ? എനിക്കെന്റെ കാശ് വേണം. നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ കേക്ക് സപ്ലൈ ചെയ്തില്ലേ? ഇനി ബാക്കി കാശ് തരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. അതെ, ഞാൻ എന്തിന് പണം തരണം? എന്നെ അപമാനിച്ചോ? അതോ ആ കേക്ക് മുഴുവൻ എന്റെ മുഖത്ത് തേച്ച് ആ ഫംഗ്ഷൻ മുഴുവൻ നശിപ്പിച്ചേനോ? പറയാ. അയ്യോ, അതോ? അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്, ബർത്ത്ഡേക്ക് കേക്ക് മുഖത്ത് തേക്കല്. അത് സ്നേഹം കൊണ്ട് ഫ്രണ്ട്സ് ചെയ്യുന്ന. പക്ഷെ നീയോ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ അപമാനിച്ചില്ലേ നീ? നിന്നെ പോലുള്ള ഒരുത്തിക്കും അമരാവതിയുടെ മുറ്റത്ത് ചവിട്ടാൻ പോലുള്ള യോഗ്യതയില്ല. പിന്നെ
അമരാവതി. ഇതെന്തോന്നു ദേവേന്ദ്രന്റെ കൊട്ടാരോ? ഒന്ന് പോണം മിസ്റ്റർ. ഞാൻ വിഡ്ഢികളോട് സംസാരിക്കാറില്ല. ആണോ? പക്ഷെ ഞാൻ സംസാരിക്കും. ദാ ഇതുപോലെ. ശരിക്കും നീ അന്ന് കൊണ്ടുവന്നത് കേക്ക് തന്നെയായിരുന്നോ? അതിനെന്തെങ്കിലും രുചിയുണ്ടായിരുന്നോ? പോട്ടെ, കേക്കിന്റെ മണം ഉണ്ടായിരുന്നോ? ഏതോ ചെളിയിൽ പഞ്ചസാരയും ക്രീമും ഒക്കെ കൂടി ചേർത്ത് കുഴച്ചെടുത്ത ഒരു വൃത്തികെട്ട സാധനം. അതിനകത്ത് എന്തെങ്കിലും എസൻസ് ഉണ്ടായിരുന്നോ? കറക്റ്റായിട്ട് ബേക്ക് ചെയ്തിട്ടുണ്ടോ? നാവില് വെക്കാൻ കൊള്ളത്തില്ല. ഹലോ ഹലോ, ഇതൊന്നും ഇല്ലാന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? മുഖത്ത് തേച്ച കേക്ക് നിങ്ങൾ നക്കി തിന്നോ? സ്മെല്ല് ചെയ്ത് നോക്കിയാ എനിക്കത് അറിയാൻ പറ്റും. പിന്നെ ഈ നാട്ടിൽ ഇത്രയും ബേക്കറികൾ ഉണ്ടായിട്ടും നിന്നെ പോലൊരു സബ്സ്റ്റാൻഡേർഡ് ബേക്കറിക്കാരിക്ക് എങ്ങനെ എന്റെ പിറന്നാൾ കേക്കിന്റെ ഓർഡർ തന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ മരുമക്കളുടെ മണ്ടത്തരം അല്ലാതെന്ത് പറയാൻ. അടിപൊളി. നിങ്ങളെ ഒരു വിഡ്ഢിയാണ് മിസ്റ്റർ. ചുറ്റും നടക്കുന്നതൊന്നും നിങ്ങൾ അറിയുന്നേ ഇല്ല. ഈ നാട്ടിലിപ്പോ ഏറ്റവും കൂടുതൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കേക്ക് ഞങ്ങൾ ഉണ്ടാക്കുന്ന കേക്ക. സോഷ്യൽ മീഡിയയിൽ കൂടി ഈ ലോകം മൊത്തം വൈറലായ കേക്കാ ഞങ്ങളുടേത്. ഇത്ര വൃത്തികെട്ട കേക്കോ? ഇതിനെ 10 പൈസ ഞാൻ തരില്ല. എന്നെ പറഞ്ഞ ഞാൻ സഹിക്കും. പക്ഷെ എന്റെ അനിയത്തി ഉണ്ടാക്കിയ കേക്കിനെ കുറ്റം പറഞ്ഞോണ്ടല്ലോ, അത് ഞാൻ സഹിക്കില്ല, പറഞ്ഞേക്കാം. ശരി, എന്നാ പിന്നെ നിന്നെ കുറിച്ച് പറയാം. ഇത്രയ്ക്ക് വൃത്തികെട്ടൊരു മോന്ത ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഓഹോ, അപ്പൊ നാട്ടിലുള്ള പെമ്പിള്ളേരുടെ മുഖത്ത് നോക്കി നടക്കില്ല സാറിന്റെ പണിയല്ലേ? മര്യാദക്ക് കാശ് താ സാറേ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ഒന്ന് വാങ്ങിക്കും. അപ്പൊ കാശ് തരില്ല? ഇല്ല, നീ എന്ത് വേണമെങ്കിലും ചെയ്തു. അയ്യോ, നമ്മളൊരു പാവം. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ വലിയ ഹിറ്റ്ലർ അല്ലേ? അറിഞ്ഞ് പെരുമാറിയ നിനക്ക് കൊള്ളാം. ഓ ആയിക്കോട്ടെ. എന്തായാലും എന്റെ കേക്കിനെ നിങ്ങൾ ഇത്രയും കുറ്റം പറഞ്ഞതല്ലേ, ഇവിടുത്തെ കറികളുടെ രുചിയും ഗുണവും മണവും ഒക്കെ ഞാനൊന്ന് നോക്കട്ടെ. നല്ല സ്മെല്ലുണ്ട്. എന്തൊരു മുടിഞ്ഞ ടേസ്റ്റ്. എന്തൊരു എരിവ ഇതിന്. ഇതെന്താ കുരുമുളക് കൂടി കലക്കി വെച്ചിരിക്കണോ? എന്റെ നാവ് കത്തിപ്പോയി. ഇനി ഇതിനകത്തെന്താ? എന്തൊരു വൃത്തികെട്ട എണ്ണ ഇത്. കണ്ടാൽ അറിയാം. തട്ടുകടക്കാര് പോലും ഇങ്ങനത്തെ എണ്ണയിൽ പാചകം ചെയ്യില്ല. എന്താണ് മിസ്റ്റർ, പാചകം ചെയ്യാൻ നല്ല പ്യൂരിഫൈ ചെയ്ത എണ്ണ ഉപയോഗിച്ചൂടെ നിങ്ങൾക്ക്? വലിയ കോട്ടും സ്യൂട്ടും ഇട്ട് പുറത്തൊരു ബോർഡും വെച്ച് വലിയ മുതലാളിയാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ. ഇതൊക്കെ വല്ലപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടാ. ഏറ്റവും എന്തൊരു വൃത്തിയായിട്ട ടേസ്റ്റ് ആയതിന്. ഈ ഡിഷ് കസ്റ്റമേഴ്സിന് സെർവ് ചെയ്തായിരുന്നോ? അയ്യോ, എന്നാ പിന്നെ വേഗം അവരെ ഒന്ന് വിളിക്ക്. എന്തിനാ മാം? അവരൊക്കെ ജീവനോടുണ്ടോന്ന് ആദ്യം ഒന്ന് അന്വേഷിക്കേ. ഇല്ലെങ്കിലേ താനും തന്റെ ഈ മുതലാളിയും കൊലക്കേസ് പ്രതികളായിട്ട് അകത്ത് പോവും. എന്തൊരു കയ്പ ഇതിന്. ഇത് കഴിക്കുന്നവര് വല്ല ഫുഡ് പോയ്സണും വന്ന് ചത്തുപോവും. എന്തൊക്കെയാ അതിന്റെ ചുവട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്? മട്ടൻ സ്റ്റൂ, മട്ടൻ കുറുമ, മട്ടൻ മസാല, ദം ബിരിയാണി, ചിക്കൻ പൊട്ടിത്തെറിച്ചത്, ഇടിയപ്പം, തുർക്കി പത്തിരി, മട്ടൻ പൊട്ടാതെ തെറിച്ചത്. എന്റെ അമ്മോ, എന്തൊക്കെ പേരുകളാ. പേര് മാത്രമേ ഉള്ളൂ അല്ലേ? എന്നെ പോലുള്ള ഫാമിലി ലേഡീസ് ഇത് വലുതും കഴിച്ചാൽ ഇതൊക്കെ എടുത്ത് തന്റെ മുഖത്തൊഴിച്ചു തരും. അത്രയ്ക്ക് മോശം ടേസ്റ്റാ. അല്ല, ഇതാണോ നിങ്ങളുടെ റെസ്റ്റോറന്റിന്റെ ക്വാളിറ്റി?
ഉപ്പ് കുറവ്. ടൊമാറ്റോ സോസ് ആണെങ്കിൽ ഭയങ്കര കൂടുതൽ. അജിനോമോട്ടോയുടെ കാര്യമാണെങ്കിൽ എന്റെ ദൈവമേ പിന്നെ പറയേ വേണ്ട. കസ്റ്റമേഴ്സിനെ അറത്ത് കൊന്ന് പണം വാങ്ങിച്ച മാത്രം പോരാ, അവർക്ക് ആരോഗ്യമുള്ളതും രുചികരവുമായ ഭക്ഷണം കൊടുക്കണം. ഫുഡ് ഇൻസ്പെക്ടർക്ക് ആരെങ്കിലും പരാതി കൊടുത്താലുണ്ടല്ലോ, ഇതെല്ലാം കൂടി വാരിപ്പെറുക്കി വണ്ടിയിലിട്ട് അവരെ കൊണ്ടുപോകും. എന്നിട്ടിത് ഷട്ടറിട്ടങ്ങ് പൂട്ടും. ഓഹോ, എന്തൊരു പിടിച്ചു പറയാ ഇത്. കഷ്ടം കഷ്ടം. കോർപ്പറേഷന് മുന്നില് ഈ കോട്ടും സ്യൂട്ടും ഇട്ട് പാത്രങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് ഇത് ഇങ്ങനെ നിക്കണ കാണാൻ നല്ല രസമായിരിക്കും. ഒരു 10,000 കൊടുത്ത് 500. വാങ്ങിച്ചോ, 10,000 തികച്ചുണ്ട്. നിന്റെ കേക്കിന്റെ വില ദാ ഇത് 500 രൂപ. നീ കേക്ക് ഡെലിവറി ചെയ്തതിനുള്ള എന്റെ വക ടിപ്പ്. 500 രൂപ ടിപ്പോ? ഓ, നിങ്ങള് വലിയ കോടീശ്വരനാണല്ലോ. അപ്പൊ ടിപ്പ് മിനിമം 500 കൊടുക്കണം. ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. വേഗം വേഗം സ്ഥലം കാലിയാക്ക്. നിക്ക് മുതലാളി, അങ്ങനെ അങ്ങ് ഇടപാട് തീർത്താലോ? പിന്നെ ഇനി എന്ത് വേണം? ഇത് എന്റെ അനിയത്തി ഉണ്ടാക്കിയ കേക്കിന്റെ കാശ്. ഇത് നിങ്ങളുടെ അഹങ്കാരത്തിന്റെ ടിപ്പ്. ഈ അഹങ്കാരത്തിന്റെ ടിപ്പേ തന്റെ കയ്യിൽ തന്നെ അങ്ങ് വച്ചോ. സന്തോഷം കൊണ്ട് ആരെങ്കിലും ഒരു സമ്മാനം തന്നാ ഞാൻ ചിലപ്പോ അത് സ്വീകരിച്ചു എന്ന് വരും. പക്ഷേ അഹങ്കാരം കൊണ്ട് എന്റെ അഭിമാനത്തെ മുറിപ്പെടുത്തിയ അതേ നാണയത്തിൽ മറുപടി തരും ഈ ജ്യോതി. തന്നെ വീണ്ടും കണ്ടുമുട്ടാതിരിക്കാൻ കഴിയണേ ഭഗവാനേന്നാ ഇപ്പോഴത്തെ എന്റെ പ്രാർത്ഥന. തന്റെ ഒരു 500 രൂപ. ഒരു കോടീശ്വരം വന്നിരിക്കുന്നു. ജ്യോതിയോടാ കളി. എത്ര ഫൈറ്റ് ചെയ്തിട്ടായാലും കാശ് വാങ്ങിക്കാൻ എനിക്കറിയാം മോനെ. സോറി. ഇറ്റ്സ് ഓക്കെ, ഞാനും ശ്രദ്ധിച്ചില്ല. ആണാ? ഈ റെസ്റ്റോറന്റിന്റെ ഓണറിനോട് സംസാരിച്ചേ എന്റെ മൈൻഡ് അങ്ങ് ബ്ലാങ്ക് ആയിരിക്കാം. അതാ. അതെ, ഇവിടുത്തെ ഫുഡ് ഒന്നും കൊള്ളില്ല. ഇനി മേലാ ഞാൻ ഇവിടെ വരില്ല. താങ്ക് യു. ഓ ശരി. ആരെങ്കിലും ഇട്ട് ഇവിടുന്ന് കുറച്ച് പാഴ്സൽ വാങ്ങിപ്പിക്കണം. ഇത്രയ്ക്ക് ടേസ്റ്റ് വേറൊരിടത്തും കിട്ടില്ല. അഹങ്കാരി. ഇതുവരെ എന്റെ റെസ്റ്റോറന്റിലെ ഫുഡിനെ പറ്റി ഇങ്ങനെ ഒരാളും കുറ്റം പറഞ്ഞിട്ടില്ല. അവളിത് മനഃപൂർവ്വം പറഞ്ഞതാ, കാശിന് വേണ്ടി. ഇഡിയറ്റ്. ഗുഡ് മോർണിംഗ് DK.